22,500 രൂപയ്ക്ക് Cashify എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ച iPhone X ആണിത്, iPhone 10. ഇത് വേരിയൻ്റ് എന്ന് പറയുന്നത് 3GB 64GB ആണ്. Cashifyയിൽ നമുക്ക് 3 ക്വാളിറ്റിയിലായിട്ടാണ് ഫോൺ കിട്ടുന്നത്. 1 സൂപ്പർബ്, 2 ഗുഡ്, 3 ഫെയർ. ഈ സൂപ്പർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 5 വരെ സ്ക്രാച്ച്, മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാണത്തുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 7 വരെ സ്ക്രാച്ചുകൾ കാണും. ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 തൊട്ട് 15 വരെയുള്ള സ്ക്രാച്ചുകൾ, കുറച്ച് വലിയ സ്ക്രാച്ചുകളൊക്കെ ആയിരിക്കും. സോ ഞാൻ ഇതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ഗുഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലുള്ളൊരു iPhone X ആണ്. iPhone റീഫർബിഷ്ഡ് iPhone 10 ആണ് മേടിച്ചിരിക്കുന്നത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, റീഫർബിഷ്ഡ് ആണെന്ന് പറയുന്നത് ഒറിജിനൽ പാർട്സ് ആണോ, അല്ലെങ്കിൽ എന്തുമാത്രം ഈ Cashify എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് നമുക്ക് ജെന്യൂനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസത്തോടെ നമുക്ക് ഫോൺ മേടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ആണ്. പറഞ്ഞിട്ട് ഫ്രാഗിൽ നിന്നൊക്കെ എഴുതിയൊരു പച്ചക്കവർ പാക്കിലാണ് വരുന്നത്. ഫ്രണ്ടിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കുമ്പോൾ ഒരു ഓറഞ്ച് കളർ അകത്ത് കാണുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് കണ്ടത് ആ ഓറഞ്ച് കളറാണ് ബോക്സ്. ആ ഒരു ഓറഞ്ച് കളറിലാണ് ബോക്സ് വരുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ കവർ, മെയിനായിട്ടുള്ള കവർ ഊരി കഴിയുമ്പോഴത്തേക്ക് ഊരാൻ ഭയങ്കര പാടാണ്. ഓക്കെ, മെയിനായിട്ടുള്ള കവർ ഊരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് ഫ്രാഗിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും iPhone X 3GB 64GB വേരിയൻറ്റ്. ഇവിടെ MRP കൊടുത്തിരിക്കുന്നത് 55,999 രൂപയാണ്. സ്പേസ് ഗ്രേ ആണ് കളറ്. ഇവിടെയും ഫ്രാഗിൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ബബിൾ റാപ്പൊക്കെ ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബബിൾ റാപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു എന്താ പറയുന്നത്, എന്താ സംഭവം, ടാക്സ് ഇൻവോയ്സ് UST നമ്മുടെ അഡ്രസ്സൊക്കെ വെച്ചുള്ളതാണ്. അത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ബോക്സ്. ബോക്സിന് നല്ല അത്യാവശ്യം നല്ല കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 6 month വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഫോൺ പ്രോ എന്നാണ് മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്നത്. 32 point ക്വാളിറ്റി ചെക്ക്, 32 ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഈ ഫോൺ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒന്ന് ഇളക്കി നോക്കാം. പാക്കിങ്ങൊക്കെ രക്ഷയില്ല, പാക്കിങ്ങൊക്കെ അടിപൊളി. ഇത്രയും ക്വാളിറ്റി നമുക്ക് ഫോണിൻ്റെ അകത്തുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് സീല് പൊട്ടിക്കാം. പുതിയ ബോക്സിലൊക്കെ ചെയ്യുന്ന കൂട്ട് തന്നെ നമുക്കിത് സീല് പൊട്ടിച്ചെടുക്കാം. സീല് പൊട്ടിച്ച് ഓക്കെ, അത് അയ്യോ കവർ പോയ. ഓ സോറി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു. ഇതുകൂടെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഫോണ് ഇരിക്കുന്ന ഫോണാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബാക്കി ഒരു സിം ഇജക്ടർ ടൂളുണ്ട്. സിം ഇജക്ടർ ടൂള്, അതുപോലെ തന്നെ വാറണ്ടി കാർഡ്, കൺഗ്രാജുലേഷൻ ഓൺ ബൈയിങ് സർട്ടിഫൈഡ് ബൈ Cashify ഡിവൈസ്, വാറണ്ടി കാർഡുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചാർജർ വരുന്നുണ്ട്. അതിൽ തന്നെ ചാർജറുണ്ട്. ഈ ചാർജർ Type-C to ലൈറ്റ്നിങ് വരുന്നതാണ്. പക്ഷേ ഇത് ഒറിജിനൽ അഡാപ്റ്റർ അല്ല. 20 watts ഫാസ്റ്റ് ചാർജറാണ്. ഇവിടെ കാണാൻ സാധിക്കും, 20 watts ഫാസ്റ്റ് ചാർജറാണ്. ഒറിജിനൽ അല്ല കേട്ടോ, ഒറിജിനൽ അല്ല, അത് കുഴപ്പമില്ല. Type-C ആണ് വരുന്നത്, Type-C to ലൈറ്റ്നിങ്.
നമുക്ക് ഓക്കെ കേബിളും വരുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് കാണിച്ചേക്കുന്ന പോലെ തന്നെ കേബിളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കേബിൾ തന്നെയാണ്. ടൈപ്പ് സി ടു ലൈറ്റ്നിങ് നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ഓക്കെ ഗായ്സ്, പക്ക സൂപ്പർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ആ ഗ്ലാസ്സിലൊക്കെ ഒരു പോറൽ പോലും ഇല്ല. ശരിയാണ്, അവർ പറഞ്ഞ അലൂമിനിയം ഇതിൽ തന്നെ നമുക്ക് സ്ക്രാച്ച് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ. സൂപ്പറായിട്ടുണ്ട്. സ്പീക്കർ ഗ്രില്ലിൻ്റെ അവിടെ സ്ക്രാച്ച് കുറവാണ്. അടിപൊളിയായിട്ട് അവർ ക്ലീൻ ചെയ്തെല്ലാം പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഡിവൈസാണ്. ഇവിടെ ഞാൻ സ്പേസ് ഗ്രേ ആണ് എടുത്തത്. ഈ ഗ്ലാസിൻ്റെ അവിടെ ഗ്ലാസ്സൊക്കെ പക്ക നീറ്റാണ്. ഞാൻ ഇവിടെ കൊണ്ടുവന്നുള്ള പൊടിയാണ് നിങ്ങളിത് കാണുന്നത്. പക്കയായിട്ടുള്ള ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല, അത് പറയാതെ വയ്യ. ഫോൺ ലുക്ക് വൈസ് സൂപ്പറായിട്ടുണ്ട്, അത് ഞാൻ 100% ഗ്യാരണ്ടി വരും. നമുക്കിതിനെ ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവൈസ് ടേൺ ഓൺ ആകാൻ പോവുകയാണ്. ആപ്പിൻ്റെ ലോഗോ വന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് ഗൈസ്, ഞാനൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഈ ഫോണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അത് ജെന്യൂനിറ്റി എത്രത്തോളം ഈ കമ്പനി നമുക്ക് ജെന്യൂനിറ്റി തരുന്നുണ്ടെന്ന കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഓരോ കാര്യങ്ങളും. പുറത്ത് മഴയാണ്, അപ്പോൾ സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡിവൈസ് ഒറിജിനൽ ഡിവൈസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ എബൌട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ആപ്പിളിൻ്റെ ഒരു സൈറ്റുണ്ട്, ചെക്ക് കവറേജ് എന്ന് പറഞ്ഞു. ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മളിവിടെ ഈ സീരിയൽ നമ്പർ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കോഡ് ഇവിടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് വാലിഡ് പർച്ചേസ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഗ്രീൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് മനസ്സിലായി ഇത് ഒറിജിനൽ ഡിവൈസ് തന്നെയാണ് ഐഫോൺ എക്സ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി നമുക്ക് നോക്കാൻ പോകേണ്ടത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമുക്ക് എത്രത്തോളം ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് ഉള്ള ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രൂ ടോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ട്രൂ ടോണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ ആ ട്രൂ ടോൺ അനുസരിച്ച് നമ്മൾ ഡിസ്പ്ലേയുടെ കളറിന് ചെറിയ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ട്രൂ ടോൺ ഒറിജിനൽ ഡിസ്പ്ലേ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ട്രൂ ടോൺ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും കളറിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിസ്സംശയം പറയാം ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബേൺ ഇഷ്യൂ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇത് OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിന് ബേൺ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്കവിടെ ഏതെങ്കിലും പോയിന്റിൽ ബേൺ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എനിക്കിവിടെ ബേൺ ആയിട്ടുള്ള ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. പക്ക നല്ല ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ്. ക്യാമറയൊക്കെ തന്നെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ്, ഒറിജിനൽ ക്യാമറ തന്നെയാണ്. ക്യാമറയൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഡുവൽ സ്പീക്കേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇയർ പീസിൻ്റെ അവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, അതുപോലെ തന്നെ താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് NCSലെ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാണ്. മൈക്ക് നിങ്ങളെ ലഭിച്ചു തരാം. Till I get up
ഓക്കെ ഗൈസ്, അപ്പോൾ സ്പീക്കറും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഡ്യുവൽ സ്പീക്കർ നല്ല പക്കാ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് ഐ ഡി ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ക്യാമറയുടെ പിന്നിൽ നിന്ന് ജസ്റ്റ് എൻ്റെ ഫേസ് ഐ ഡി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ലോക്ക് സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കാണിക്കുന്നു. ഒന്നും കൂടെ കാണാൻ സാധിക്കും, ലോക്കായിട്ടുണ്ട്. ഇനി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ ഓൺ ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലോക്ക് ഓൺ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫേസ് ഐ ഡി ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ ഏത് രാത്രിയിലാണെങ്കിലും നമുക്ക് ഫേസ് ഐ ഡി ഇതിൻ്റെ ഇൻഫ്രാറെഡ് ക്യാമറ വഴി നമുക്ക് നമ്മുടെ ഫേസ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ലോക്ക് ഓൺ ആക്കുന്നതാണ്. അപ്പം ഫേസ് ഐ ഡി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. പക്കയായിട്ട് ചാർജ് കയറുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ചാർജർ പോർട്ടും ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്കിന് വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഹലോ 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 ഗൈസ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ 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 ഗൈസ്, അപ്പം മൈക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് പ്രോക്സിമിറ്റി സെൻസർ ഒന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പേ നമുക്ക് നെറ്റ്വർക്ക് സിം ഇട്ട് നോക്കി. ഞാനിത് സിം എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിമ്മും ഇതിൻ്റെ അത് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് കോളൊന്ന് വിളിച്ചിട്ട് പ്രോക്സിമിറ്റി സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, പ്രോക്സിമിറ്റി സെൻസറും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഭാഗത്തേക്ക് കൈ കൊണ്ടുവരുമ്പോൾ അതൊന്ന് ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസറും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഐഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒന്ന് പരിശോധിച്ച് വെക്കാം. ബാറ്ററി ഹെൽത്ത് അറിയാമല്ലോ, ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത്. സോ നമ്മൾ ബാറ്ററി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാറ്ററി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബാറ്ററി ഹെൽത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സർപ്രൈസിംഗ്ലി എനിക്ക് 100% ബാറ്ററി ഹെൽത്താണ് നമുക്ക് ഈ ഫോണിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാഷിഫൈയിൽ ഫോൺ ഓർഡർ ചെയ്യുമ്പം ഗുഡോ സൂപ്പർബോ മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. ഫെയർ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷേ ഗുഡോ സൂപ്പർബോ ഓർഡർ ചെയ്താൽ എന്തായാലും നല്ലൊരു ഫോണായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി ഹെൽത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇനി നമുക്കിതിൻ്റെ സ്വിച്ചസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഇതിൻ്റെ വോളിയം സ്വിച്ച് 2 വോളിയം സ്വിച്ച് ഉണ്ട്. വോളിയം അപ്പ് ചെയ്ത് നോക്കാം, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മ്യൂട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ മ്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്തു, ഇപ്പം ഓഫ് ചെയ്തു മ്യൂട്ട്. ഓക്കെ ഗൈസ്, അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീനിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അതും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ പല ആൾക്കാരുടെ യൂട്യൂബിൻ്റെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയാണ് ഈ കാഷിഫൈ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തല്ല പക്ക പീസാണ് അവർ എനിക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ 22,000 രൂപയുടെ ഗുഡ് കണ്ടീഷനുള്ള ഈ ഒരു ഐഫോൺ എക്സ് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി പീസ്, നല്ല ക്ലീൻ ആയിട്ടുള്ള പീസ് അവർ അയച്ചു തരുന്നതാണ്. വളരെ നല്ലൊരു സർവീസാണ് അവരുടേത്. അപ്പം ഇത് ഞാൻ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. ഇതുപോലെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മേടിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പം എന്തുകൊണ്ട് ഇത് നല്ലൊരു ക്ലീൻ പീസ്, ഇത്രയും നല്ലൊരു ഫോൺ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം കാഷിഫൈ എന്ന് പറയുന്ന സൈറ്റിനെ കുറിച്ച്. നല്ലൊരു സൈറ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്ന് ഐഫോൺ നല്ല വിലക്കുറവിൽ ഓർഡർ ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്.